യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കേരളീയ സമൂഹത്തിന് തന്നെ വളരെ അധികം അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നടന്നിട്ടുള്ളത്. അഭിഭാഷക സമൂഹത്തിന് പ്രത്യേകിച്ച് വളരെയേറെ അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഈ സംഭവം തീർച്ചയായും ആ അഭിഭാഷകൻ ഇപ്പോഴും നിയമത്തിന്റെ പിടിയിൽ, പോലീസിന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും ധാർഷ്ട്യം കാണിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനെ തീർച്ചയായും പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് കടക്കണം. യാതൊരു ദാക്ഷിണ്യവും അത്തരത്തിലുള്ള ഒരാളോട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്നലെ അഭിഭാഷക ബാർ അസോസിയേഷൻ്റെതായിട്ടുള്ള ഒരു പ്രസ്താവന കണ്ടു. ബാർ അസോസിയേഷൻ ഒന്നിച്ച് ഈ സംഭവത്തെ തള്ളിപ്പറയുകയും പെൺകുട്ടിക്ക്, ജൂനിയർ അഭിഭാഷകർക്ക് എല്ലാവിധത്തിലും നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാകും എന്ന് ഇന്നലെ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഈ അഭിഭാഷകന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ആരും ചെന്നെത്താൻ വേണ്ടി പാടില്ല. എത്രയും എളുപ്പത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവണം. ഒരു തരത്തിൽ നിലനിൽക്കുന്ന കേരളീയ സമൂഹത്തിൽ പ്രത്യേകിച്ച് നിലനിൽക്കുന്ന ഒരു അധീശത്വ മനോഭാവത്തിന്റെ ഒരു പ്രകടിത രൂപമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഈ ജൂനിയർ ആയിട്ടുള്ളത് ഒരു ആൺകുട്ടിയാണെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സംഭവം നടക്കില്ലായിരുന്നു. അപ്പോൾ തന്റെ ജൂനിയർ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുമാവും എന്നുള്ള ആ ഒരു പ്രവണതയാണ്, ഒരു അധീശത്വ മനോഭാവത്തിന്റെ പ്രകടമായിട്ടുള്ള ഒരു രൂപമാണ് ഇന്നലെ ഈ സംഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സാഹചര്യവും ഉറപ്പുവരുത്തണം. ഇന്നലെ ആശുപത്രിയിൽ പോയ സമയത്ത് മാരകമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും 7 വയസ്സായിട്ടുള്ള ഒരു 7 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആശുപത്രിയിൽ കാണിച്ച് ഇന്നലെ വീട്ടിലേക്ക് പോയിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ആ കുട്ടിയെ ഇന്ന് ഞാൻ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ കേസ് ഒരു തരത്തിലുള്ള പഴുതുകളുമില്ലാതെ അന്വേഷിച്ചുകൊണ്ട്, കാരണം പകൽ സമയത്താണ് സംഭവം നടന്നിരിക്കുന്നത്, ദൃക്സാക്ഷികളുണ്ട്, ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്താണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള രൂപത്തിൽ കുറ്റമറ്റ ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് നിയമത്തിന്റെ പരിധിയിൽ പരമാവധി സാധ്യമായിട്ടുള്ള എല്ലാ വകുപ്പുകളും, ഒന്ന് സ്ത്രീത്വത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റമാണ്, ശാരീരികമായിട്ടുള്ള അക്രമം നടന്നിട്ടുണ്ട്, അസഭ്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉതകുന്ന രൂപത്തിൽ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് കേസ് ചാർജ് ചെയ്യണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ അഭിപ്രായപ്പെടുന്നത്. ഈ കാര്യത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു.